മുത്തശ്ശൻ മരിച്ചു കിടക്കുമ്പോഴും സ്കൂളിൽ പോകണമെന്ന പെൺകുട്ടിയുടെ വാശി നാട്ടുകാരിലും പോലീസിലും സംശയമുണ്ടാക്കി. പെൺകുട്ടി സ്ഥലത്ത് നിന്ന് മാറാനും എന്തൊക്കെയോ മറച്ചുവെക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന് പോലീസിനും നാട്ടുകാർക്കും തോന്നി. എല്ലാ സാധ്യതകളും പരിശോധിക്കുമ്പോൾ തന്നെ പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞ് അടുത്ത ബന്ധുക്കളെയും പുറത്തുള്ളവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. തുടർന്നാണ് ഈ കൗമാരക്കാരിയുടെ മൊഴിയെടുത്തത്. പക്ഷേ മൊഴിയിലെ പൊരുത്തക്കേടുകൾ കാരണം പെൺകുട്ടിയെക്കുറിച്ച് പോലീസിന്റെ മറ്റൊരു സംഘം സമാന്തരമായ ഒരു അന്വേഷണം കൂടി നടത്തി. ഇതിലാണ് കൊലപാതകത്തിൽ പെൺകുട്ടിയുടെ പങ്ക് വ്യക്തമായത്. കൊല നടന്ന ശേഷവും പെൺകുട്ടി വിവരങ്ങളെല്ലാം കാമുകനെയും സുഹൃത്തുക്കളെയും അറിയിക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മൊഴി എടുത്തതടക്കം പ്രതികൾ അപ്പപ്പോൾ തന്നെ അറിഞ്ഞു. ഇതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും വന്ന് ഫോൺ വാങ്ങിയത്. ഇതോടെ താൻ പിടിക്കപ്പെടുമെന്ന് പെൺകുട്ടി മനസ്സിലാക്കി. ഒരിക്കലും കുടുങ്ങില്ല എന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ആ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ കേസിൽ നിർണായകമായ ആ ഫോണിലെ തെളിവുകളൊന്നും പെൺകുട്ടി ഡിലീറ്റ് ചെയ്തിരുന്നില്ല. പ്രതികളായ ആൺകുട്ടിയുമായുള്ള ഫോൺ വിളികളും ചാറ്റുകളുമെല്ലാം ആ ഫോണിലുണ്ടായിരുന്നു. കരുവാറ്റയിലെ വീടിന്റെ ലൊക്കേഷൻ അയച്ചതും കുറ്റാരോപിതർ കൊല്ലത്ത് നിന്ന് വരുന്ന വഴി നടത്തിയ ഫോൺ വിളിയുടെ വിശദാംശങ്ങളെല്ലാം പോലീസിന് ആ ഫോണിൽ നിന്ന് കിട്ടി. പെൺകുട്ടി കൊലപാതകം തത്സമയം കണ്ടുവെന്ന് പോലീസിന് മനസ്സിലായതും അങ്ങനെയാണ്. പെൺകുട്ടിക്ക് ഒന്നിലധികം ആൺ സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് ഫോണിൽ നിന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഇവരിൽ ചിലർക്ക് മാത്രമാണ് ഈ കൊലപാതകത്തെപ്പറ്റി അറിവുണ്ടായിരുന്നത്. കുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നവരിൽ എല്ലാവരെയും പോലീസ് വിളിക്കുകയും അവരിൽ നിന്ന് വിവരം ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. പെൺകുട്ടിയുടെ കാമുകനും സുഹൃത്തുക്കൾക്കും 15, 16, 17 വയസ്സാണ് പ്രായം. 10, +1, +2 എന്നിങ്ങനെയാണ് മൂവരുടെയും വിദ്യാഭ്യാസ യോഗ്യത. 3 പേരും ഒരുമിച്ച് പഠിച്ചവരല്ല. പക്ഷേ നാട്ടിൽ മറ്റു പല വിദ്യാർത്ഥികൾക്കുമൊപ്പം ഒത്തുകൂടി പരിചയക്കാരായവരാണ്. കൊല്ലത്ത് താമസിച്ചിരുന്ന സമയം പഠനകാലത്താണ് ഈ പെൺകുട്ടി കാമുകനായ പ്രതിയെ പരിചയപ്പെടുന്നത്.